പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗുമാണ്. ചേച്ചി അനിയത്തി നല്ല ഉറക്കത്തിലാണ്. ഞാൻ അതിൻ്റെ നടുക്ക് എണീറ്റ് അങ്ങനെ വന്നിട്ടുണ്ട് അവരറിയാതെ. പക്ഷെ യാമി അധികം നേരം കിടക്കൂല. യാമിന് ഇപ്പോൾ തൊട്ടിലിടേണ്ടി വരുവേ. പുറത്താണെങ്കിൽ നല്ല മഴ. അതായത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഈശ്വര നല്ലൊരു ദിവസമായിട്ട് നിർത്താണ്ട് മഴയാണല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്ക് പോകുമെന്ന് വിചാരിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്? യാമിക്കുട്ടിയാ? മാമൻ തിന്നാൻ പോണ്ടേ? അമ്മൻ്റെ ഉണ്ണിക്കണ്ണന് മാമൻ തിന്നണ്ടേ? നമ്മള് ചോറൂണല്ലേ? മാമൻ തിന്നാൻ പോവാ. യാമിക്കുട്ടി ഇതാ എണീച്ചിട്ട് കളിക്കാൻ തുടങ്ങി. നിച്ചു എണീക്കുന്ന എത്രേട്ടാ, നിച്ചു എണീപ്പിക്കുന്നതേ ഉള്ളൂ. ഇതാ നമ്മൾ പുതിയ ഉടുപ്പെല്ലാം ഇട്ടിട്ടുണ്ടേ. ഇതാണ് നമ്മളെ രാത്രി എത്തിയപ്പം നൈറ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത്. അമ്മൻ്റെ ബാവ ആദ്യമായിട്ട് മാമൻ തിന്നാൻ പോവാന്നേ അല്ലേ ഉണ്ണിക്കണ്ണ? ഒരു 9 മണിയെല്ലാം ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ 10 മണിയാകുമ്പം അവിടെ എത്തും എന്നുള്ള രീതിക്ക്. രാവിലെ 7 തൊട്ട് വൈകുന്നേരം 4 വരെ ചോറൂണിൻ്റെ സമയമുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് എപ്പോഴായാലും നമ്മൾ പോയിട്ട് കൊടുത്താൽ മതി. അവിടെ പോയതിന് ശേഷമാണ് ടോക്കൺ മുറിക്കേണ്ടത്. നമ്മൾ മുന്നേ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട്. ഇത്രയും സമയം ഉണ്ടല്ലോ. അപ്പോൾ പുറത്തുനിന്ന് ദൂരത്തു നിന്നെല്ലാം വരുന്നവർക്ക് ചിലപ്പം സംശയം ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ടൊരു അറിയിപ്പ് എന്നുള്ള രീതിക്ക് പറഞ്ഞതാണ്. കുറേ ആൾക്കാർ വേറെ ജില്ലയിൽ നിന്നെല്ലാം വന്നിട്ട് പറശ്ശിനിക്കട വന്ന് ചോറൂണൊക്കെ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ അടുത്താണ് കേട്ടോ. ഒരു അരമണിക്കൂറേ വേണ്ടു ശരിക്കും പറഞ്ഞാൽ. അരമണിക്കൂർ കൊണ്ട് തന്നെ എത്തും. അപ്പൊ ഞാനിതാ ഡ്രസ്സെല്ലാം ഇസ്തിരി ഇടാൻ പോവാണേ. ഞാൻ ഈ ഒരു സാരി എടുക്കാന്നാ വിചാരിക്കുന്നത് കേട്ടാ. അന്ന് ഓണത്തിന്റെ സമയത്ത് ഞാൻ വാങ്ങിച്ചതാണ്. നല്ലൊരു ടിഷ്യൂ സെറ്റ് സാരി, ഗോൾഡൻ സെറ്റ് സാരി. ഇനി കോൺട്രാസ്റ്റ് ബ്ലൗസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു റെഡ് കളറ്. പക്ഷെ എനിക്ക് എന്തോ സെയിം കളർ ബ്ലൗസ് ഇടണം എന്നൊരു ആഗ്രഹം. അതുകൊണ്ട് ഇതാ അതിന്റെ തന്നെ സെയിം ബ്ലൗസ് പീസ് കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിനി. ഈ ഒരു ബ്ലൗസ് തന്നെയാണ് കേട്ടോ ഇടുന്നത്. നിച്ചുട്ടിക്ക് ഞാൻ ഈ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ യാമിന്റെ 28-ന് അടിച്ചത്. പക്ഷെ നിച്ചുവിന് പണ്ട് മുതലേ ഇല്ലതാണ്. എന്ത് ഡ്രസ്സ് ഇട്ടാലും ചൊറിയുന്നു പറഞ്ഞിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള 1-2 ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ. അപ്പൊ ഇത് ഇസ്തിരി ഇട്ട് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. എന്തായാലും സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇടുമെങ്കിൽ ഇടിയിക്കാം. പിന്നെ യാമിന്റെ കാര്യം ഇതാ, യാമിക്ക് ഈ ഡ്രസ്സാണ് എടുത്ത് വെച്ചത്. ഇത് നിച്ചൂട്ടി കുഞ്ഞാമി ഉണ്ടാകുമ്പോ അടിച്ചതാണ്. ഒരു ഓണത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഓണത്തിന്റെ ദിവസം ഒരു ഫോട്ടോ എടുക്കാൻ ഇട്ടിട്ട് അയച്ചു വെച്ചതാണ്. പിന്നെ ഇട്ടിട്ടേ ഇല്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് എന്റെ സാരീന്റെ ബ്ലൗസ് പീസ് കൊണ്ട് അടിച്ചതാ. അപ്പൊ കുറച്ചൊരു തണുപ്പ് പോലെ ഉണ്ട്. അപ്പൊ യാമിക്ക് ഇറിറ്റേഷൻ ആവോ എന്നൊരു സംശയം ഉണ്ട്. എല്ലാം ഇങ്ങനെ ഡബിൾ മൈൻഡിലുണ്ട് അത്രേ. എന്തായാലും ഇസ്തിരി ഇട്ട് വെക്കാം. ഇത് ബാക്കി പിന്നെ നോക്കിയിട്ട് ചെയ്യാം. എല്ലാരും റെഡിയാവുന്ന തിരക്കിലല്ലാണേ. ഏട്ടനും തക്കടും എല്ലാം മിനിയാനെ എത്തിയിട്ടുണ്ട്. അപ്പുറം ഇപ്പറെല്ലാം ഉണ്ട്. അമ്മയും അച്ഛനും എല്ലാരും റെഡിയാവുന്ന തിരക്കിലാണ്. എല്ലാരും റെഡിയായി കഴിഞ്ഞിട്ട് കാണാം കേട്ടാ. അപ്പൊ ഇതാ ചേച്ചി എണീറ്റ് കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് പുതിയൊരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ് റെയിലാണ്. പിള്ളേര് വീഴാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വെക്കൂലേ, ലവ് ലാപ്പിന്റെ ബെഡ് റെയിലാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാ അല്ലേ നോക്കി ചിരിക്കുവാണ്. അപ്പൊ നമ്മൾക്ക് ധൈര്യത്തിൽ പോകാൻ പറ്റും. അപ്പുറത്തേക്കും ഒന്ന് നീങ്ങണമെങ്കിൽ. ഞാനിപ്പം മൊത്തം തിരിയാൻ തുടങ്ങിയേ. ഫുള്ള് തിരിഞ്ഞ് വട്ടം തിരിഞ്ഞ് തലാണയെല്ലാം ഉന്തിയിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പെരഞ്ഞു പോകാനുള്ള ഒരു തത്രപ്പാടിലാണ്. അതുകൊണ്ട് തലാണെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് വീഴോ എന്നുള്ള പേടിയാണ്. ഇതാകുമ്പോൾ നമുക്ക് ധൈര്യത്തിൽ പോവാം. ഇത് കട്ടിലിന്റെ അടിയിലേക്ക് നമ്മളിങ്ങനെ ഇറക്കി വെക്കുന്നതുകൊണ്ട് ഇങ്ങനെ വീണ് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. 100% നോൺ ടോക്സിക് ആയിട്ടുള്ള പ്രീമിയം മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ ഒരു ബെഡ് റെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു മെഷാണ് വരുന്നത്. ഇതിന്റെ അകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ബേബീനെ കാണാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ നെറ്റ് പോലെ വരുന്ന പോർഷൻ അഴിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് വീണ്ടും പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് അസംബിൾ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഓരോ പീസ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് അസംബിൾ ചെയ്യാൻ പറ്റും. അതിനാവശ്യമുള്ള സ്ക്രൂസും എല്ലാം ഇതിന്റെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു L ഷേപ്പ് വരുന്ന സെക്ഷൻ ഉണ്ട്. അത് നമുക്ക് ബെഡിന്റെ അടിയിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് അവിടെ സെക്യൂർ ആയിട്ട് നിന്നോളും. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രെയിമും നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇതിന്റെ സൈഡിലായിട്ട് ഒരു പോക്കറ്റ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ബേബിയുടെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി നൈറ്റിലൊക്കെ അവർക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡയപ്പറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഉണ്ടല്ലോ, രാത്രി ആയാലും നിച്ചൂട്ടി ഞാനും യാമി എല്ലാവരും കൂടെ കിടക്കുമ്പം നിച്ചു സൈഡിലേക്ക് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തലാണൊക്കെ വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ തീരെ സ്ഥലവും ഇല്ല ബെഡിൽ. അപ്പോൾ ഇത് വന്നേ പിന്നെ കുറച്ച് നല്ല സൗകര്യത്തോടു കൂടി കിടക്കുന്നുമുണ്ട്. നമ്മൾ യൂസ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ താഴ്ത്തി വെക്കാം കേട്ടോ. ഇങ്ങനെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ സെക്യൂർ ആയിട്ട് അങ്ങനെ കിടന്നോളും. ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം
പൊക്കി അങ്ങനെ വെച്ചാൽ മതി. അപ്പൊ ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും ലിങ്ക് കൊടുക്കേ, ടാഗ് ചെയ്യുകയും ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ എല്ലാം ചടപടേന്നായിരുന്നു കേട്ടോ. എല്ലാം പിള്ളേരെ എല്ലാം വേഗം റെഡിയാക്കി സാരി എല്ലാം എടുത്തു. ഞാൻ സാരി ആണെങ്കിൽ 1 ലെയറിൽ ഇടാന്നാന്നേ വിചാരിച്ചിട്ടുണ്ടായേ. പക്ഷെ പിന്നെ ഓർത്തു യാമിനി എടുത്ത് നടക്കുന്നതും പിന്നെ ആ രാവിലത്തെ മഴയൊക്കെ കണ്ടിട്ട് വിചാരിച്ചു വേണ്ട, ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് തന്നെ ഇടാം. അതുകൊണ്ട് കുറേ സമയം എടുത്തു. എനിക്കിങ്ങനെ പ്ലീറ്റ് എടുത്തിടാൻ തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ തക്കോട് ഹെൽപ്പ് ചെയ്തു, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. നിച്ചൂട്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടാ ആ ഡ്രസ്സ് ഇട്ടിട്ടില്ല. കരച്ചിലോട് കരച്ചിലായിരുന്നു. അത് ഇട്ടു, എന്നിട്ട് ചൊറിയുന്നു പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വേറും കരച്ചിലാനും. എന്നിട്ട് വേറെ ഏതോ ഒരു ഫ്രോക്ക് എടുത്തിട്ടിട്ടുണ്ട്. മുടി കെട്ടിക്കൊടുക്കാനോ ഒന്നും ഇന്ന് വന്നിട്ടില്ല കേട്ടോ. ആ ഡ്രസ്സ് ഇട്ട് ആ ഒരു വാശിക്ക് മുടിയൊന്നും കെട്ടിക്കൊടുക്കാണ്ടാണ് ഇന്ന് പോകുന്നത്. യാമിക്കും ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. യാമിക്കും പിന്നെ ഒരു ഇറക്കുന്ന പോലെ നമ്മളിങ്ങനെ എടുത്തെടുത്ത് പിടിക്കുമല്ലോ ചെയ്യുന്നത്. എടുക്കും തോറും ആ മെറ്റീരിയൽ ഇങ്ങനെ മേത്ത് ഒരയുമ്പോൾ വാവക്ക് ഡിസ്റ്റർബ് ആവൂലേ. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള നല്ലൊരു കംഫർട്ടായിട്ടുള്ള മെറ്റീരിയൽ വരുന്ന ഒരു ഡ്രസ്സാണ് ഇട്ട് കൊടുത്തത്. അമ്മ ഓൾറെഡി വണ്ടി കയറി, ബാക്കി നമ്മളെല്ലാവരും കൂടെ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അതാണ് അമ്മേനെ ഇപ്പോൾ കാണാത്തത്. നിച്ചൂട്ടിൻ്റെ ചോറൂണുണ്ടല്ലോ, നമുക്ക് പറശ്ശിനിയിൽ നടത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ആ സമയത്ത് നല്ല കൊറോണ ടൈമല്ലേ ഉണ്ടായേ. അപ്പോൾ പറശ്ശിനിയിൽ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോറൂണ് കൊടുക്കുന്നത്. പിന്നെ നിച്ചുവിന് കൊടുക്കുന്ന ആ ഒരു സമയത്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിക്ക്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിക്കാണ് ഉണ്ടായത്. പക്ഷേ കൊറോണ ടൈം ആയതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല, വീട്ടിൽ നിന്ന് തന്നെയാണ് ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ യാമീൻ്റെ എന്തായാലും പറശ്ശിനിയിൽ നിന്ന് തന്നെ ആക്കണം എന്നുള്ളത് ഒരാഗ്രഹമാണ്. അതാണ് ഇന്ന് സാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദൈവം സഹായിച്ച് നമ്മൾ പോകുന്ന സമയത്ത് തീരെ വഴിയില്ല കേട്ടോ. അപ്പോഴേക്കും മഴയെല്ലാം തോർന്ന് നല്ല അന്തരീക്ഷമായിട്ടുണ്ട്. രാവിലെ എണീറ്റുടനെ അത്രയും മഴയുണ്ടായിനെ, നല്ലോണം പേടിച്ചു പോയിട്ടുണ്ടായിനി. ഒന്നാമത് ഈ സാരിയെല്ലാം ഉടുത്ത് പിള്ളേരെല്ലാം കൊണ്ടുപോകുമ്പോൾ മഴയുമാണെങ്കിൽ എല്ലാവരും കൊടയും പിടിക്കണം, എല്ലാം കൂടെ അലമ്പാവൂലേ. അതുകൊണ്ട് പിന്നെ മഴയില്ലാത്തതുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി പോയി. അമ്മ ബാക്കിൽ കയറി ഇരുന്നിട്ടുണ്ട്. ബാക്കി നമ്മളെല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. പച്ചക്കടവിൽ എന്തിനാ പോന്നെ? അങ്ങനെ നമ്മൾ പറശ്ശിനിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു മുണ്ട് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ചോറൂണിൻ്റെ സമയത്ത് മുണ്ട് ഉടുപ്പിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് തന്നെ അവിടുത്തെ ഷോപ്പിൽ നിന്ന് ഒരു മുണ്ട് വാങ്ങിച്ചു. ഇനി നേരെ അങ്ങോട്ടേക്ക് പോകാം. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടൻ. നല്ല തിരക്കുണ്ടായിട്ട് അത്യാവശ്യം പാർക്കിംഗ് എല്ലാം ഫുള്ളായിരുന്നു. പക്ഷേ ഭാഗ്യത്തിനൊരു വണ്ടി പുറത്തേക്ക് പോയതുകൊണ്ട് നമുക്ക് അവിടെ സ്ഥലം കിട്ടി. യമീൻ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരൊക്കെ കൂടിയ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു. യാമി കുറേ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ ഏതായാലും പൂവൊക്കെ വെച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നിച്ചുവിന് അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നെല്ലാം പറയുന്നത്. ബാക്കിൽ നമ്മളെല്ലാം വെക്കുന്ന പോലെ വെക്കണം എന്നാണ് ഈ പറയുന്നത്. പക്ഷെ അത് കണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും പോയപ്പോൾ ഇത്ര തിരക്ക് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ, അതുകൊണ്ട് കുറച്ച് തിരക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് പോയത്. നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അനിതമ്മയും അതുപോലെ തന്നെ ഏച്ചിയും പ്രമോട്ടനും പിള്ളേരും എല്ലാവരും അവർ നമ്മളെക്കാളും മുന്നേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരെല്ലാം കണ്ട് വർത്താനെല്ലാം പറഞ്ഞ് യാമിൻ്റെ ഉടുപ്പെല്ലാം അയച്ചു കൊടുക്കുകയാണ്. മുണ്ടുടുപ്പിച്ചിട്ട് ചോറൂണാക്കാൻ വേണ്ടിയിട്ട്. അവിടെ പോയ ശേഷം ടോക്കൺ എടുത്താൽ മതി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് 119ാമത്തെ ടോക്കൺ എങ്ങാണ്ടാണ് കിട്ടിയിട്ടുണ്ടായത്. പക്ഷെ കുഴപ്പമില്ല, അതിന് മുന്നേ ഉള്ള ആൾക്കാരൊക്കെ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ അത് ഫ്രീ ആണ്. അപ്പം വേഗം ഡ്രസ്സ് മാറ്റിയിട്ട് അതിനകത്തേക്ക് കയറിയാൽ മതി.
അങ്ങനെ ഏട്ടൻ കുഞ്ഞു യാമീനെയും കൊണ്ട് യാമിക്ക് പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറുകൊണ്ട് വേണ്ടിയിട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു ഫ്രെയിം എൻ്റെ മനസ്സിൽ പണ്ട് മുതലേ ഉള്ളൊരു ഫ്രെയിമാണ്. എന്തായാലും നമ്മളെ വാവേനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമായി ഈ ഒരു സമയത്ത്. പക്ഷെ ഞാൻ പണ്ട് ഏതോ ഒരു വീഡിയോയിലുണ്ടല്ലോ വാവയുടെ അച്ഛൻ ചോറ് കൊടുത്തിട്ട് പിന്നെ അമ്മയും കൂടെ കയറിയിട്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ പറ്റുന്നാന്ന് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിൽക്കുമ്പോൾ അവർ താഴെ നിന്നോന്ന് പറഞ്ഞിട്ട് ഞാൻ താഴെ നിന്നിട്ട് അങ്ങനെ ചെയ്യുക ചെയ്തത്. ബാക്കി ഉള്ളത് എൻ്റെ കയ്യിലേക്ക് അവർ തന്ന് ഇനി നമുക്ക് യാമിക്ക് തൊട്ട് കൊടുക്കുക വായിൽ. അങ്ങനെ യാമീൻ്റെ ചോറൂണ് ഇതാ. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വന്നത്. പക്ഷെ എല്ലാം ചെറുപടേന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് കൊണ്ട് മൊത്തം സംഭവം അങ്ങ് കഴിഞ്ഞു. നമ്മൾ കണ്ണൂരുകാർക്ക് പ്രത്യേകിച്ച് മുത്തപ്പൻ എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ് കേട്ടോ. നമ്മൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിലും പെട്ടെന്ന് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സംതൃപ്തിയാണ്. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറശ്ശിനിക്കടവ് പോകാൻ വേണ്ടി. കുറച്ചൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അയ്യോ ഇന്ന് പോകണമായിരുന്നു എന്ന് തോന്നിയിട്ട് അങ്ങനെ പോവും. ബാക്കി പൊതുവെ അമ്പലത്തെ പോലെ കുറവാണ്. എന്നാലും പറശ്ശിനിക്കടവിൽ അങ്ങനെ പോവും. കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിനെ. അങ്ങനെ ഇതാ ഇവരെയും കണ്ടിട്ടുണ്ട്. ഒരു കുഞ്ഞു മോള് വന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. നീച്ചുട്ടിക്ക് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ വന്നിട്ട് വർത്താനം പറയുമ്പോൾ പിന്നെ നമ്മൾ അകത്ത് കയറി തൊഴുതു. മുത്തപ്പം വെള്ളാട്ട് ഉണ്ടായിട്ടൊന്നുമില്ല ആ ഒരു സമയത്ത്. നമ്മളൊരു 10:30 ആയല്ലോ. അതൊക്കെ രാവിലെയാണ് ഉണ്ടാവുക. വെള്ളാട്ടൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ അല്ലേ ഉണ്ടാവുക. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് യാമി നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ. കരച്ചിൽ ഉണ്ടാവുമോ എന്നെല്ലാം പേടി ഉണ്ടായിന്. പക്ഷെ കുഴപ്പമില്ല, നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതുകൊണ്ട് അങ്ങനെ മുഷിപ്പ് തോന്നിയിട്ടില്ല യാമിക്കും. അതുകൊണ്ട് തന്നെ നമ്മളും കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോ എല്ലാം എടുത്ത് റിലാക്സ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി. മുത്തപ്പൻ്റെ പ്രസാദം ഭയങ്കര ടേസ്റ്റാണ്. അടുത്ത ചായക്ക് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, പോകാത്തവരുണ്ടെങ്കിൽ വെള്ളം പോലത്തെ ചായ ആയിരിക്കും. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ആ ചായക്ക്. നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. പിന്നെ ഈ പയറ് പുഴുക്കും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം ഉണ്ടാവും. അതൊക്കെ കഴിച്ചിട്ട് നേരെ കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവിടെ കറണ്ട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര ഇരുട്ടായിട്ടാണ് ഉണ്ടായത്. നിച്ചൂട്ടിക്കുണ്ടല്ലോ ഈ വയറിനിങ്ങനെ ഇട്ടിങ്ങനെ ആട്ടിക്കളിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ബെല്ലി എന്തോ സംഭവമായിരിക്കും, റിങ് എന്ന് പറയാം. അത് വേണമെന്ന് പണ്ടേ പറയുന്നുണ്ടായിന്. അപ്പോൾ അത് വാങ്ങിച്ചു. അത് വീട്ടിലെത്തിയിട്ട് ജോയിൻ ചെയ്താൽ മതി. പിന്നെ പൊട്ട്, വള അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫാൻസി കയറി. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പറശ്ശിനി പോയാലാണ് ഞാൻ ഈ പൊട്ട് മേടിക്കാം. നമുക്ക് വലിയൊരു സ്ട്രാപ്പ് കിട്ടും. ഈ ബ്ലാക്കും അതുപോലെ തന്നെ മെറൂണും പൊട്ടിൻ്റെ വലിയ സ്ട്രാപ്പ് കിട്ടും. അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അപ്പം നിച്ചുട്ടിക്ക് കുറച്ച് വളയും നോക്കി. പായസം കുടിച്ചാ? പായസം പാപ്പ കുടിച്ചാ? നമ്മള് യാമീന്റെ പായസം കുടിച്ചിട്ട് ചോറൂടെല്ലാം കഴിഞ്ഞിട്ട് വന്നേ. വേഗമായില്ലോ അമ്മ? വേഗമായി. ആൾക്കാർ മൊത്തത്തിലുണ്ട്. പക്ഷെ വേഗം പായസം കൊടുക്കാൻ വേണ്ടി ചോറൂടിന് വേണ്ടി തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. വേഗം ടോക്കൺ നീങ്ങുന്നുണ്ട്. ആയിരുന്നു ഫുഡ് കഴിക്കാനോ ഒന്നും ചായ പ്രസാദം കഴിക്കാനോ ഒന്നും തിരക്കുണ്ടായിട്ടില്ല. പക്ഷെ നമ്മള് പോയിട്ട് ഇറങ്ങിയതിന് ശേഷം അവിടെ കുറെ ഒരു 10-20 ആളെ ഒന്നിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ചോറൂണിനാ? ഓ, വൈകി എത്തിയവരുണ്ടാവുമായിരിക്കും. ചിലപ്പോ ഉണ്ടാവും ഒരാളെ കൂടെ 5-8 ആളുണ്ടാവുമല്ലോ. ആ ചെറിയ കുഞ്ഞാളെ കണ്ടിന് അവിടെ നിക്കുന്ന. എന്തിനെ യാമിക്ക് പുതിയ തത്തയിലും മേടിച്ചേ. തത്ത നിച്ചു ചേച്ചി എടുത്തോ, മാളി ചേച്ചി എടുത്തോ. എന്തിനെ? അതെ, യാമി കളിക്കുമെന്ന്. ഇങ്ങോട്ട് നോക്ക്. യാമിയുടെ ചോറൂണ് കഴിഞ്ഞ അവസരത്തിൽ എന്നാ പറയാനുള്ള 2 വാക്ക് സംസാരിക്കും. യാമിയുടെ ചോറൂണ് കഴിഞ്ഞോണ്ട് നമ്മളെ ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ബ്രേക്ക് എടുക്കുകയാണ്. ചോറും പാർസല് വാങ്ങി, ഉച്ചക്കേക്കുള്ള ചോറും പാർസല് വാങ്ങിയിട്ട് ചോറും ഉണ്ടല്ലോ. ചിലവർക്ക് ചോറുണ്ടല്ലോ. യാമി
യാമി ചാടി വലിയൊരു അടുത്തേക്ക് ചാടി യാമി വലിയൊരു അടുത്തേക്ക്. യാമി കൊച്ചി പോന്നുണ്ടോ വലിയന്റെ കൂടെ? നമ്മള് കൊച്ചി പോന്നല്ലേ യാമി? നിച്ചു യാമി കൊച്ചി പോന്നുണ്ടോ? നമ്മള് കൊച്ചിക്ക് അതെല്ലാം വരൂലേ? വലിയ ഇലയെ കൂടെ കേറി തുള്ളിയതാണ്. ഇതാരായിരിക്കുന്നേ? യാമി വെല്ലിച്ച. അങ്ങനെ നമ്മള് അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയേ. ഭയങ്കര സന്തോഷം. യാമീന്റെ ചോറൂണ് കഴിഞ്ഞല്ലേ നമുക്ക് കുറുക്കെല്ലാം കൊടുക്കാൻ തുടങ്ങാല. ഞാനുണ്ടല്ലോ പൊതുവേ നമ്മളിങ്ങനെ മുന്നേ പ്രാർത്ഥിക്കുമല്ലോ, ഇന്നത് ചെയ്യാ, ഇങ്ങനെ നേർച്ചയിലാക്കുമല്ലോ. അങ്ങനെയൊന്നും വിശ്വസിക്കുന്ന മീൻസ് അങ്ങനെയൊന്നും പ്രാർത്ഥിക്കലൊന്നുമില്ല. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ 5ാം മാസത്തിൽ പറശ്ശിനി പോയിട്ടുണ്ടായിട്ടേ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറെ കുഞ്ഞുമക്കൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കാണുമ്പോൾ ഞാൻ വെറുതെ എന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു പോയി, നമ്മളെ വാവ പുറത്ത് വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ചോറൂണാക്കണം. ആ മക്കളെ കാണുമ്പോൾ എന്തോ അങ്ങനെ ഒരു കൊതിയായിപ്പോയി. അതുപോലെ അത് ഇപ്പൊ സാധിച്ചല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. യാമിനെയും കൊണ്ട് പോയി നമ്മൾ അതുപോലെ മുണ്ടലുടിപ്പിച്ച് ആ കുഞ്ഞുമക്കളെ കാണുമ്പോൾ എനിക്ക് അതുപോലെ ആക്കണമെന്ന് കൊതിയുണ്ടായിന്. അപ്പൊ അതെന്തായാലും സാധിച്ചു, ഹാപ്പി ആയി. ഇനി നാളെ മുതൽ നമുക്ക് കുറുക്കെല്ലാം കൊടുത്തു തുടങ്ങാം. റാഗിയും അതുപോലെ തന്നെ കായപ്പൊടിയും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൊടുക്കാൻ തുടങ്ങാല. അല്ല ഏകദേശം മേടിച്ചിട്ടെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കാനുണ്ട്. അപ്പൊ ഇനി ഒന്ന് ഡ്രസ്സെല്ലാം മാറ്റി വെക്കട്ടെ. പിള്ളേരെല്ലാരും ഉണ്ട്, കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചേച്ചി ഏട്ടനെല്ലാം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടാ. വൈകുന്നേരം ആകുമ്പോൾ പോവും. അപ്പൊ ഇനി വേഗം ഒന്ന് ഡ്രസ്സ് മാറ്റി വെക്കട്ടെ. അപ്പൊ നമ്മള് ചോറൂണ് കഴിഞ്ഞിട്ട് യാമിക്ക് ആദ്യമായിട്ട് കുറുക്ക് കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ്. റാഗിയാണ് കൊടുക്കുന്നത്. ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിന്. റാഗി മുഴുവനായിട്ട് പൊടിച്ചിട്ട് തൊടോടുകൂടി കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷെ ഫസ്റ്റ് ടൈം കൊടുക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ അരച്ചിട്ട് പിഴിഞ്ഞിട്ട് അതിന്റെ നീര് ഒന്ന് കുറുക്കിയിട്ടാണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടാ. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തോടോടുകൂടെ പൊടിച്ചിട്ടെല്ലാം കൊടുക്കാൻ പറ്റും. അപ്പൊ കുടിക്കുമെന്നൊന്നും അറിയില്ല, നോക്കാം. എന്തായാലും യാമിന്റെ ഫസ്റ്റ് കുറുക്ക് പൊടി. അപ്പൊ നമ്മള് യാമിന് കുറുക്ക് കൊടുക്കാൻ പോവുകയാണ്. യാമിന്റെ ചേച്ചിയാണ് വീഡിയോ എടുക്കുന്നത്. ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആണ് യാമിന് കുറുക്ക് കൊടുക്കാൻ വേണ്ടിട്ട്, അല്ലെ ചേച്ചി? ആ അതെ. സത്യം പറഞ്ഞ ഇതിന്റെ കൺസിസ്റ്റൻസി ഒന്നും ഓർമ്മയില്ല കേട്ടാ. നിച്ചൂട്ടിക്ക് കൊടുത്തതൊന്നും ഇങ്ങനെ അയച്ചിട്ടുണ്ട്. മതി തോന്നുന്നു. ഇനി കുറച്ച് തണിയുമ്പോഴേക്ക് ചൂടാകുമ്പോഴേക്ക് കുറച്ചും കൂടെ കട്ടിയാവുമല്ലോ. അപ്പൊ ഇതാ. അപ്പൊ യാമിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനത്തെ ഇത് മേടിച്ചിട്ടുണ്ടായിന് ബോട്ടില്. അപ്പൊ ഇന്ന് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനൊന്നും വേണ്ട, ജസ്റ്റ് പേരിന് ആദ്യമായിട്ട് കൊടുക്കുന്നില്ലേ. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് കോരി കൊടുക്കാം. അപ്പൊ സ്റ്റീലിന്റെ സ്പൂൺ ആകുമ്പോൾ വായിലെല്ലാം മുട്ടിപ്പോവില്ലേ, ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പൊ യാമിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിപ്പോ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. തൽക്കാലം ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫുഡ് കൊടുക്കുന്ന ഒരു വ്ളോഗ് അല്ലേ, അതുകൊണ്ട് നമ്മൾ വേഗം കുറച്ച് കൊടുക്കട്ടെ. ഒന്നും കളിപ്പാട്ട് എടുത്തിട്ട് വന്ന ഓളിങ്ങനെ നോക്കിയിരിക്കും. അടുത്തത് ഇത് സ്റ്റാർട്ടിങ് ചെയ്തപ്പോഴാണല്ല പൊതുവേ അപ്പൊ ഇന്ന് ഇതിലൊരു 2 സ്പൂണ്, അത്ര 2 സ്പൂൺ ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് പേരിനെ കൊടുത്തിട്ടു കേട്ടോ. അപ്പൊ ആദ്യ ദിവസം നമ്മൾ അത്രയല്ലേ കൊടുത്തു വിടും. അപ്പൊ ഉറപ്പും വന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി നാളെ മുതൽ നമുക്ക് കുറച്ച് കൂട്ടി സെറ്റായിട്ട് അങ്ങനെ കൊടുത്തു തുടങ്ങാം. അപ്പൊ യാമിക്കുട്ടി ആദ്യമായിട്ട് ഇന്ന് കുറുക്ക് കുടിച്ച്, ഇന്നലെ പായസം കുടിച്ച്, ഇന്ന് കുറുക്ക് കുടിച്ച്. ബാക്കി എന്തൊക്കെയാ കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം ബാക്കി വ്ളോഗ്സിൽ അപ്ഡേറ്റ് ചെയ്യേ. അപ്പൊ ഞാൻ വായിയെല്ലാം ഒന്ന് മുഖെല്ലാം കഴുകി ഡ്രസ്സെല്ലാം മാറ്റട്ടെ.